ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിജിറ്റൽ മോഡിൽ പാൻ കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ഡോക്യുമെൻ്റായിട്ട് അപേക്ഷകൻ്റെ ആധാർ കാർഡ്, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഗൂഗിളിൽ UTI പാൻ എന്ന് ടൈപ്പ് ചെയ്യാം. വരുന്ന ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പാൻ കാർഡ് സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ അപ്ലൈ പാൻ കാർഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ശേഷം വരുന്ന വിൻഡോയിൽ പാൻ കാർഡ് ഫോർ ഇന്ത്യൻ സിറ്റിസൺ എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം വരുന്ന പേജിൽ ന്യൂ പാൻ കാർഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഡിജിറ്റൽ മോഡിൽ സൈൻ മോഡ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. സൈൻ മോഡിലാണ് നമുക്ക് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുക. ശേഷം ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് ആൻഡ് പാൻ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യുക. നെക്സ്റ്റ് വരുന്ന റഫറൻസ് നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അപേക്ഷകൻ്റെ പേര് ഇനിഷ്യൽ ഉള്ളതാണെങ്കിലോ മൈനർ ആണെങ്കിലോ സ്ഥാപനങ്ങൾക്കോ നമുക്ക് ഡിജിറ്റൽ മോഡിൽ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഫിസിക്കൽ മോഡിൽ തന്നെ പാൻ ആപ്ലിക്കേഷൻ ചെയ്യണം. അതിൻ്റെ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. അപേക്ഷകൻ്റെ ടൈറ്റിൽ കാറ്റഗറി കൊടുക്കുക. ശേഷം ആധാർ കാർഡിലുള്ളതുപോലെ അപേക്ഷകൻ്റെ വിവരങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നെയിം കറക്റ്റായിട്ട് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ സ്പെല്ലിംഗ് ഒന്നും തെറ്റാതെ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അപേക്ഷകൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനും ഉണ്ട്. ഡിജിറ്റൽ മോഡിൽ ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡു യു ഹാവ് എനി അതർ നെയിംസിൽ നോ എന്ന് കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ ആധാറിൻ്റെ സൈറ്റിൽ നിന്നും ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്യുന്ന ആധാർ കാർഡിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ലഭിക്കുന്നതാണ്. അഡ്രസ്സിൽ റെസിഡൻസ് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. റെസിഡൻസ് സ്റ്റേറ്റ് കേരള എന്ന് കൊടുക്കുക. ശേഷം അപേക്ഷകൻ്റെ ആധാർ നമ്പർ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആധാർ നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ട്. ആദ്യം ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം രണ്ടാമത് വീണ്ടും എൻ്റർ ചെയ്ത് ടൈപ്പ് ചെയ്ത് OK ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നെയിം ആസ് പെർ ആധാർ എന്നുള്ളിടത്ത് ആധാർ കാർഡിലുള്ളതുപോലെ അപേക്ഷകൻ്റെ പേര് കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് പ്രൊസീഡ് ചെയ്ത് പോകാവുന്നതാണ്. കൊടുത്തിരിക്കുന്ന വിവരങ്ങളൊക്കെ കറക്റ്റ് തന്നെയാണോ എന്ന് എപ്പോഴും ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതുപോലെ ഐഡൻറ്റിറ്റി പ്രൂഫ്, അഡ്രസ് പ്രൂഫ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് എല്ലാം ആധാർ തന്നെ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ടെലിഫോൺ നമ്പറും ഇമെയിൽ ID-യും കൃത്യമായി കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇമെയിൽ ID-യിലേക്ക് പാൻ കാർഡ് വരുന്നതാണ്. അതുകൊണ്ട് കൊടുക്കുന്ന മെയിൽ ID കറക്റ്റായിട്ട് കൊടുക്കുക. ശേഷം വരുന്ന ഭാഗത്ത് പാരൻറ്റ് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. മദറാണ് പാരൻ്റ് എങ്കിൽ യെസ് എന്ന് കൊടുത്തതിന് ശേഷം അമ്മയുടെ പേരും, അല്ല എങ്കിൽ നോ എന്ന് കൊടുത്തതിന് ശേഷം അച്ഛൻ്റെ പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇൻകം സോഴ്സ്, അഡ്രസ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. വീട്ടുപേര്, സ്ഥലപ്പേര്, പോസ്റ്റ് ഓഫീസ്, ലൊക്കാലിറ്റി, പിൻകോഡ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും കറക്റ്റായിട്ട് ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഓഫീസ് അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ഒന്നും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള ഭാഗത്ത് സാലറി ഉണ്ടെങ്കിൽ സാലറി എന്ന് കൊടുക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ നോ ഇൻകം എന്നോ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്നോ കൊടുക്കാവുന്നതാണ്. ശേഷം OK കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ AO കോഡ് ഡീറ്റെയിൽസ്, ഏരിയ കോഡ് വിവരങ്ങളാണ്. ഗെറ്റ് AO ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ശേഷം ഹിംസെൽഫ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ആപ്ലിക്കൻറ്റിൻ്റെ നെയിം ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. വെരിഫിക്കേഷൻ പ്ലേസ് കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോക്കൽ പ്ലേസ് കൊടുത്താൽ മതി.
ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള സെക്ഷനാണ്. ID പ്രൂഫായിട്ട് അപേക്ഷകൻ്റെ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അഡ്രസ് പ്രൂഫായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫായിട്ടും ആധാർ കാർഡ് തന്നെയാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. ആധാർ കാർഡ് PDF ഫോർമാറ്റിൽ 100 KB സൈറ്റ്സിലേക്ക് ആക്കിയതിന് ശേഷം സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാസ്വേഡ് ഉള്ള ഫയലുകൾ അറ്റാച്ച് ചെയ്യരുത്. പാസ്വേഡ് ഇല്ലാത്ത PDF ഡോക്യുമെൻ്റ് ആണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ അപേക്ഷകൻ്റെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട്. സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇങ്ക് കൊണ്ട് തന്നെ ഇട്ടത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഫോട്ടോയുടെയും സൈനിൻ്റെയും ഡയമെൻഷൻ സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് 300 റെസൊല്യൂഷനിൽ 30 KB കുറവ് JPG ഫോർമാറ്റിൽ 213 പിക്സൽ സൈസിലാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ 600 റെസൊല്യൂഷൻ വരുന്ന രീതിയിൽ 213 പിക്സലിൽ 60 KB കുറവായിട്ട് അറ്റാച്ച് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശേഷം വരുന്ന ആപ്ലിക്കേഷൻ നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ്. ബിൽ ഡെസ്ക് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് കൺഫേം പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വരുന്ന പേജിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, വാലറ്റ്, QR, UPI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഏത് ഓപ്ഷനാണോ ചൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ QR കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. QR കോഡ് യൂസ് ചെയ്ത് ഗൂഗിൾ പേയോ ഫോൺ പേയോ ത്രൂ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 106 രൂപ 90 പൈസയാണ് പേയ്മെൻറ്റ് വരുന്നത്. വീണ്ടും ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ക്യാപ്ച കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഡിജിറ്റൽ മോഡിൽ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾക്ക് OTP ഒതൻറ്റിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിലേക്കാണ് OTP വരുന്നത്. അതടിച്ച് കൺഫേം ചെയ്യുന്നതോടുകൂടിയാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഡിജിറ്റൽ മോഡിൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് ആധാർ കാർഡും അപേക്ഷകൻ്റെ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആണെന്ന് കൺഫേം ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് വരുന്ന പേജിൽ ആധാർ നമ്പർ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് ആപ്ലിക്കൻറ്റിൻ്റെ ആധാർ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ആധാർ OTP ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഫോണിലേക്ക് വന്നിരിക്കുന്ന OTP കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയതിനു ശേഷം സൈറ്റിൽ നിന്നും പ്രിൻ്റ് എടുക്കാൻ സാധിക്കുന്നതാണ്. റേറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് റേറ്റിംഗ് കൊടുക്കുക. ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഡിജിറ്റൽ മോഡിൽ ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ നമ്പറും അപേക്ഷകൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡും കൊടുത്തു കഴിഞ്ഞാൽ റീപ്രിൻ്റ് സൈറ്റിൽ നിന്ന് വീണ്ടും എടുക്കാനും സാധിക്കുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.